ഹലോ ഫ്രണ്ട്സ്, CRC കൊറിയൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇവിടെ ഗോജെ സിറ്റിയിലുള്ള ഒരു കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഈ കേബിൾ കാറിൻ്റെ പേര് പനോരമ കേബിൾ കാർ എന്നാണ്. അതായത് ഗോജെ സിറ്റിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കേബിൾ കാറാണ്. അപ്പോൾ നമുക്ക് ആ കേബിൾ കാറിലോട്ട് പോകാം, അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇത് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന വഴിയാണ്. ഇതിലെ കൂടെ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലോട്ടാണ്. ഇതിൻ്റെ മേളിൽ കൂടെ പോകുന്ന ഈ റോഡ് നാഷണൽ ഹൈവേ ആണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ നാളെ നമുക്ക് ബസ് കയറി ആ കേബിൾ കാറിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇവിടെ സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ വരുന്ന ബസ്സിൻ്റെ നമ്പർ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് ആ ബസ്സിൽ കയറി നമുക്ക് 67-ാം നമ്പർ ബസ്സിലാണ് പോകേണ്ടത്. അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി കാർഡ് പഞ്ച് ചെയ്തു. ഇവിടുത്തെ ബസ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബസ്സിൽ കണ്ടക്ടർ കാണത്തില്ല. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് കാർഡ് ഉണ്ടാവും. ആ ട്രാവലിംഗ് കാർഡ് പഞ്ച് ചെയ്തിട്ടാണ് ബസ്സിൽ കയറേണ്ടത്. ഈ ബസ്സിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 1450 ഓണാണ്. അപ്പോൾ ഈ ബസ് എടുക്കുന്ന സ്ഥലം മുതൽ അവസാനത്തെ സ്റ്റോപ്പ് വരെയും യാത്ര ചെയ്യാൻ 450 ഓൺ മതി. അല്ലാതെ നമ്മൾ പകുതി വെച്ച് കയറിയിട്ട് പകുതി വെച്ച് തന്നെ ഇറങ്ങിയാലും ഈ 1450 ഓൺ കൊടുക്കണം. ബസ്സിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കാർഡ് പഞ്ച് ചെയ്യണം. ഇറങ്ങുമ്പോൾ കാർഡ് പഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂറിനകം അടുത്ത ലോക്കൽ ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം. നമ്മൾ കാർഡ് പഞ്ച് ചെയ്താൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകത്തില്ല. ഇന്നലെ മുഴുവൻ നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് ഈ കൃഷി സ്ഥലങ്ങളെല്ലാം വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നത്. ഇതെല്ലാം കൊറിയയിലെ കൃഷി സ്ഥലങ്ങളാണ്. ഇത് കേബിൾ കാറിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു തടാകമാണ്. ഇതൊരു ചെറിയ തടാകമാണ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ തോതിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ദൂരെ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന കേബിൾ കാർ. 2 മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഈ കേബിൾ കാർ പ്രവർത്തിക്കുന്നത്. ഇന്നലെ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേബിൾ കാർ കയറാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഇന്ന്. നമ്മൾ കേബിൾ കാറിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്താണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അപ്പുറത്ത് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് കയറി അപ്പുറം പോകണം. ടിക്കറ്റ് എടുക്കാൻ പോവാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മേളിലോട്ട് പോയി അവിടെ നിന്ന് കേബിൾ കാറിലോട്ട് കയറേണ്ടത്. ഇന്ന് അവധി ദിവസമാണ്, എന്നാലും വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. Okay, how much? 6 paisa, 6. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ 6 പേരാണ് പോയത്. ഞങ്ങൾ 6 പേർക്ക് 84,000 ഓണാണ് ആയത്. ഒരാൾക്ക് ഈ കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട് 18,000 ഓണാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. എന്നാൽ ഗോജെ സിറ്റിയുടെ റെസിഡൻസി കാർഡുള്ളവർക്ക് 14,000 ഓണേ വരത്തുള്ളൂ. 20% ഓഫർ കിട്ടും. നമ്മൾ നേരെ അകത്തോട്ട് കയറി 3ാമത്തെ നിലയിലാണ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ മേളിലോട്ട് കയറി പോകണം. അപ്പോൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഇവിടെ കൊറിയൻ ആർമിയുടെ ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊറിയനിലെ ആർമിക്കാരാണ്. പിന്നെ ഞങ്ങളും അവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ മേളിലോട്ട് പോയി. പിന്നെ ഇതിൻ്റെ അകത്തും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമിൻ്റെ സ്റ്റോറുകളുണ്ട്. അങ്ങനെ നേരെ മേളിലോട്ട് പോയി 3ാം നിലയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയി ടിക്കറ്റ് കാണിച്ചപ്പോഴത്തേനും നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. കാരണം നമുക്ക് ഗോജെ സിറ്റിയുടെ റെസിഡൻസ് കാർഡ് ഉള്ളതുകൊണ്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ കേബിൾ കാറിലോട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ 6 പേരും ഒരു കാറിൽ തന്നെ കയറി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേബിൾ കാറിലാണ് കയറുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ സൗത്ത് കൊറിയയിലെ സമ്മർ സീസണാണ്. സമ്മർ സീസൺ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഈ മരങ്ങളെല്ലാം ഇലകൾ മുളച്ച് നല്ല പച്ച കളറിൽ ഇപ്പോൾ ഉണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് മലകളാൽ മൂടപ്പെട്ട ഒരു ദ്വീപാണ് ഗോജെ. അപ്പോൾ ഒരുപാട് മലകൾ കാണാൻ പറ്റും. ഈ കേബിൾ കാർ പ്രവർത്തിക്കുന്നത് ഒരു സൈക്കിൾ പോലെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഇത് തന്നെയാണ് തിരിച്ച് റിട്ടേൺ കറങ്ങി തിരിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരുപാട് കാഴ്ചകളെ കാണാനുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത് വേറൊരു കാറിൽ കയറി തിരിച്ചു വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ കയറിയ സ്ഥലത്ത് നിന്ന് ഒരുപാട് മേളിലെത്തി. കാണുന്ന ആ ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മൾ കയറിയത്. ഇനിയും മേളിലോട്ട് പോകും തോറും ഒരുപാട് നല്ല
കടലിൻ്റെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ആ കടലിൻ്റെ കാഴ്ചകൾ ആ വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് മേളിലോട്ട് പോകുമ്പോഴത്തേനും നല്ലതുപോലെ കടലിൻ്റെ വ്യൂ കാണാം. നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കാണും പോലെ മലകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന നല്ലൊരു മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ഞങ്ങൾ ടോപ്പിലെത്തി കഴിയാറായി. ഇപ്പോൾ നല്ലതുപോലെ കടലിൻ്റെ വ്യൂ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ പോയി ആ വ്യൂ പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ കടലിൻ്റെ ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന ബിൽഡിങ്ങിൽ പോയാണ് ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ അകത്തൂടെ നമുക്കപ്പുറത്തെ വ്യൂ പോയിൻറ്റിലോട്ട് പോവാം. അങ്ങനെ നേരെ കാറിൽ നിന്ന് ഇറങ്ങി നേരെ മേളിലോട്ട് പോയി ഏറ്റവും മേളിലെ നിലയിൽ പോയിട്ടാണ് അവിടെയാണ് ആ ഒരു വ്യൂ പോയിൻ്റ്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളടുത്ത് വേറെ മലയിലോട്ട് പോകുന്നത്. മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് പോകുന്നത് അവിടെ നിന്നാണ്, മേളിലെ നിലയിൽ നിന്നാണ് പോകേണ്ടത്. ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അതിമനോഹരമായ നല്ലൊരു കാഴ്ചയാണ്. ഈ കാണുന്ന വഴിയെ നടന്നിട്ടാണ് നമുക്ക് മെയിനായിട്ടുള്ള ആ വ്യൂ പോയിന്റിൽ പോകേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാല് വശവും നല്ലതുപോലെ കടലും മലയും. ഈ കടലിൽ തന്നെ ഒരുപാട് മലകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, ആ ദ്വീപ് കണക്ക്. നമുക്കതെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റും. ദൂരെ കാണുന്നതാണ് ആ വ്യൂ പോയിന്റ്. നമുക്ക് അവിടെ നടന്ന് ഇവിടെ ഒരു ബൈനാക്കുലറൊക്കെ ഉണ്ട്. അതുവഴിയൊക്കെ നമുക്ക് ദൂരെ നിൽക്കുന്ന ഷിപ്പിനെ കാണാം. LNG ഷിപ്പ്, അങ്ങനെയുള്ള ഷിപ്പെല്ലാം ഇവിടെ നിന്ന് ആ ബൈനാക്കുലർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ആ വ്യൂ പോയിന്റിലോട്ട് പോവാം. ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ഇവിടെ തന്നെ ചിലവഴിക്കും. കാര്യം ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. ഫോട്ടോയൊക്കെ എടുത്ത് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ താഴെ ഇറങ്ങിയത്. ആ കാണുന്ന മലയിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഈ വഴി നടന്ന് നമുക്ക് ആ മേളിൽ കയറാം, ടോപ്പിൽ കയറാൻ പറ്റും. ആ മേളിൽ കയറുന്ന വീഡിയോ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ആ മലയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ എല്ലാം കാണാൻ പറ്റും. അത് ഇതിനെക്കാട്ടി നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. കടലിൻ്റെ ഒരുപാട് വ്യൂ കാണാൻ പറ്റും, നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഈ വഴിയിൽ കൂടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഈ വഴി നേരെ പോകുന്ന ആ വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലോട്ടാണ്. ഇത്രയും നേരം ഇവിടെ കോടയും മഞ്ഞൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് കോട വന്ന് കയറി നിറഞ്ഞ് മൂടി. ഇവിടെ മൊത്തം ഫുള്ള് കോടയായി. നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. കോട വന്ന് കയറിയപ്പോഴത്തേനും മേളിൽ നിന്ന് ആൾക്കാരെല്ലാം ഇറങ്ങി പോവുകയാണ്. മാത്രമല്ല കോട മാത്രമല്ല നല്ല കാറ്റുമുണ്ട്, നല്ല കാറ്റുണ്ട്. ഇതാണ് ആ വ്യൂ പോയിന്റ്. ഇതിന് ടോപ്പിൽ കയറണം. ഈ സ്റ്റെപ്പ് വഴി കയറി നേരെ മേളിലോട്ട് പോവാം. ഈ സൈഡിൽ കടലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. വലുതായിട്ട് കോട വന്നിട്ടില്ല. ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് കോട കൊണ്ട് മൂടി കിടക്കുകയാണ്. മാത്രമല്ല നല്ല കാറ്റുമുണ്ട്.
ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് വന്ന് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതിശക്തമായിട്ടുള്ള നല്ല കാറ്റുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാറ്റാണ് അടിക്കുന്നത്. ഈ സൈഡിലുള്ള മലകളോ കടലിൻ്റെ വ്യൂവോ ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം മൂടിപ്പോയി, ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇതോ ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കാറിൽ വന്ന് ഇറങ്ങി ആ കെട്ടിടം. പക്ഷെ ഇപ്പോൾ അതുപോലും കാണാൻ പറ്റാത്ത വിധം കോട കൊണ്ട് മൂടി. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കാറ്റ് ഭയങ്കര കാറ്റാണ്, നിൽക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി കാറ്റാണ് അടിക്കുന്നത്. നല്ല രസമുണ്ട്. കാറ്റ് മാത്രമല്ല നല്ല തണുപ്പുമുണ്ട്. തണുപ്പുള്ള കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് ഇന്നലെ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നത്തെ കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഈ കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേനും ഒരു രക്ഷയില്ലാത്ത തണുപ്പും കാറ്റുമാണ്. നമ്മളെന്തായാലും ഇപ്പം പോകില്ല, ഇവിടെ വെയിറ്റ് ചെയ്ത് കോട എപ്പോൾ മാറും അപ്പം മാറി ഈ താഴെയുള്ള വ്യൂ എല്ലാം കണ്ടിട്ട് പോകത്തുള്ളൂ. ആ വ്യൂ കാണാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നഷ്ടമായി പോകും. അതും കൂടെ കാണണം. നമുക്കതിന് മുന്നേ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു പാറയുണ്ട്. അപ്പോൾ ആ പാറയിലോട്ട് പോയിട്ട് തിരിച്ച് കയറുമ്പോൾ കോട മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. താഴോട്ട് പോയി നോക്കാം. താഴോട്ട് ഇറങ്ങിപ്പോയി ഈ വഴിക്ക് പോയി താഴെ ഇറങ്ങി ഇപ്പോൾ ഒരു പാറയുണ്ട്. ഈ പാറയിൽ കയറി നോക്കുമ്പോഴത്തേനും അവിടെ ഒരു വ്യൂ ഉണ്ട്. പക്ഷെ അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം കോട കൊണ്ട് മൂടി കിടക്കുന്നതുകൊണ്ട് അവിടുത്തെ വ്യൂ കാണാൻ പറ്റില്ല. എന്നാലും അതുവരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ കോട പോവും എന്ന് വിശ്വസിക്കുന്നു. പോയാൽ നമുക്ക് അവിടുത്തെ വ്യൂ കൂടെ കാണാം. ഇവിടെ നല്ല കോടയുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളിവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. കോട മാറി തുടങ്ങി. ഒരുപാട് പൂർണ്ണമായിട്ട് മാറിയില്ല, എന്നാലും കുറേശ്ശെ മാറി. നമുക്ക് കടലിൻ്റെ വ്യൂ നല്ലതുപോലെ കാണാൻ പറ്റും. ഇപ്പോൾ നല്ലതുപോലെ അല്ല, അത്യാവശ്യം നല്ലതുപോലെ കാണാൻ പറ്റും. എന്തായാലും ആ കോട മാറിപ്പോയ സ്ഥിതിക്ക് നമുക്ക് നേരത്തെ പോയ പാറയിൽ നിന്ന് പോയി നോക്കാം. അവിടുത്തെ വ്യൂ ഭയങ്കര രസമുള്ള വ്യൂ എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും, കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ടൊന്ന് പോയിട്ട് വരാം. ഇവിടുത്തെ വ്യൂ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ഈ കാഴ്ച കാണാതെ പോയിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. ഇതേപോലുള്ള കാഴ്ചകളൊക്കെ നേരത്തെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഇനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകാം. ഇറങ്ങിയപ്പോഴത്തേനും ചെറുതായിട്ട് കോട വന്ന് തുടങ്ങി. നേരത്തെ നമുക്ക് ഈ മലയൊന്നും കാണാൻ പറ്റില്ലായിരുന്നു, നല്ല കോടയായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിൽ കോട മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് വേറെ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.